സ്കൂളിൽ ഓൾ പാസ് വേണ്ടെന്നു കേന്ദ്രം, നടപ്പാക്കാൻ മടിച്ചു കേരളം. പുതിയ സ്കൂൾ പാഠ്യപദ്ധതി വരാനിരിക്കുമ്പോഴും വിദ്യാർത്ഥികളെയെല്ലാം പാസ്സാക്കി വിടരുതെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കാതെ കേരളം. 5-8 ക്ലാസുകളിലെ പരീക്ഷകളിൽ കുട്ടികൾ നേടുന്ന മാർക്കിനനുസരിച്ച് മാത്രമേ ഉയർന്ന ക്ലാസുകളിലേക്ക് പാസ്സാക്കി വിടാവൂ എന്നാണ് പുതിയ നിർദ്ദേശം. ഇത് 19 സംസ്ഥാനങ്ങൾ നടപ്പാക്കിയെങ്കിലും കേരളം തീരുമാനമെടുത്തിട്ടില്ല. നിരന്തര മൂല്യനിർണ്ണയം മെച്ചപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികളുടെ അറിവ് മെച്ചപ്പെടുത്താൻ വേണ്ടതെന്നാണ് സമീപനം. 8ാം ക്ലാസ് വരെ കുട്ടികളെ തോൽപ്പിക്കരുതെന്നായിരുന്നു 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുമ്പോഴുള്ള നിർദ്ദേശം. വ്യവസ്ഥ 2019 പാർലമെന്റ് ഭേദഗതി ചെയ്തു. വിദ്യാർത്ഥികളുടെ വിജ്ഞാനശേഷി നോക്കാതെ പാസ്സാക്കി വിടുന്നത് പഠന നിലവാരത്തെ ബാധിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. അതനുസരിച്ച് ഒട്ടേറെ സംസ്ഥാനങ്ങൾ ഓൾ പാസ് നിർത്തലാക്കി. 5ലും 8ലും അർദ്ധവാർഷിക പരീക്ഷയിൽ 25%, വാർഷിക പരീക്ഷയിൽ 33% മാർക്കില്ലെങ്കിൽ കുട്ടികളെ പാസ്സാക്കില്ല. മാർക്കില്ലാത്തവർക്ക് ഒരവസരം കൂടി നൽകാൻ പ്രത്യേക പരീക്ഷ നടത്തും. എല്ലാവരെയും പാസ്സാക്കി വിടുന്ന രീതിക്കെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ നിരന്തര മൂല്യനിർണ്ണയം കാര്യക്ഷമവും ശാസ്ത്രീയവുമായി നടന്നാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം. ഓരോ ഘട്ടത്തിലും കുട്ടി ആർജിക്കുന്ന അറിവ് കൃത്യമായി വിലയിരുത്തണം. മതിയായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് നയിക്കണം. കുട്ടികളുടെ കേന്ദ്രീകൃത വിവരശേഖരണം നടത്തി പഠന പുരോഗതി നിരീക്ഷിക്കും. അതനുസരിച്ച് സമഗ്ര പുരോഗതി കാർഡും നടപ്പാക്കും. ഈ 2 വഴികളാണ് നിലവാരം മെച്ചപ്പെടുത്താനുള്ള വഴികളായി അധികൃതർ പറയുന്നത്. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഭീഷണി ഒഴിവാക്കാൻ ഓൾ പാസ് ആവാം. പക്ഷേ കുട്ടികളുടെ പഠന നിലവാരം അളക്കാൻ വേറെ പരീക്ഷ നടത്തണം. 8ലോ 10ലോ ഇങ്ങനെ പരീക്ഷയും വേണം. കുട്ടികളുടെ പേര് വിവരം വെളിപ്പെടുത്തേണ്ടതില്ല. പഠന നിലവാരം പൊതുസമൂഹം അറിയാൻ പരീക്ഷാഫലം പരസ്യപ്പെടുത്തണം. ആവശ്യമായ മാറ്റങ്ങൾ നടപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നും ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ, വിദ്യാഭ്യാസ വിദഗ്ധൻ, അഭിപ്രായപ്പെട്ടു. ഓൾ പാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്താം.